ഞാൻ പറയട്ടെ, ഭാഷയിലും സാംസ്കാരിക ഇടങ്ങളിലും പൊതുമണ്ഡലത്തിലും ഇവരുടെ നാവിൽ നിന്ന് പെയ്തു വീണ ഈ വൃത്തികെട്ട വാക്കുകൾ അത് ശുചീകരിക്കാൻ ഒരു സാംസ്കാരിക ഹരിതകർമ്മസേന ഉണ്ടാക്കേണ്ടി വരും. ഇതെല്ലാം അടിച്ചുവാരി തുടയ്ക്കാൻ സാംസ്കാരിക ഹരിതകർമ്മസേനയുടെ ജോലി അവർ നാട് വൃത്തിയാക്കലാണ്. ഇവരുടെ നാവിൽ നിന്ന് വീണ ഈ വൃത്തികെട്ട വാക്കുകൾ അത് അടിച്ചു മാറ്റാൻ ഒരു പുതിയ സാംസ്കാരിക ഹരിതകർമ്മ സേന. മുഖ്യമന്ത്രി എന്തിനാ ഇത്ര പ്രകോപിതനാകുന്നത്? എന്തിനാ ഇത്തരം മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത്? രാഷ്ട്രീയക്കാരെ കുറിച്ച് ആളുകൾക്ക് പുച്ഛമുണ്ടാവും. ഇത്തരം വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ചാൽ എത്ര മനോഹരമായ വാക്കുകളുള്ള ഭാഷയാണ് മലയാളം. അവിടെ നിന്നാണ് പറയുന്നത്. ഇപ്പൊ ഞങ്ങള് രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. എന്താ രക്ഷാപ്രവർത്തനം? രാഹുൽ ഗാന്ധി പറഞ്ഞു 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചു. അത് സാധാരണക്കാരെ ചേർത്ത് പിടിക്കാനുള്ള ഗ്യാരണ്ടിയാണ് അല്ലേ? ഞങ്ങൾ ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിച്ചു. അതാണ് രക്ഷാപ്രവർത്തനം. അല്ലാതെ ചെടിച്ചട്ടി കൊണ്ടും സെക്യൂരിറ്റി ഗാർഡിന്റെ വടി കൊണ്ടും ചെറുപ്പക്കാരെ തല്ലിച്ചതയ്ക്കുന്നതല്ല രക്ഷാപ്രവർത്തനം. അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ്. ഇപ്പോൾ CPM വിട്ടുവരുന്നവരെ ഞങ്ങൾ സ്വീകരിക്കുന്നതിലാണ് ഇവർക്ക് വിഷമം. CPM വിട്ടുപോരുന്നവരെ കൊല്ലുന്നതായിരുന്നു CPMന്റെ പരിപാടി. 52 വെട്ടുവെട്ടിക്കൊന്ന ചന്ദ്രശേഖരന്റെ ഓർമ്മ കേരളത്തിൽ നിന്ന് മാറിയിട്ടില്ല, കേരളത്തിന്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. ഞങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായവർക്ക് ഞങ്ങൾ പിന്തുണ കൊടുക്കുകയും ചെയ്യും. ഇന്ന് മുഖ്യമന്ത്രി വേറൊരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. നാട് മുഴുവൻ വ്യഭിചരിച്ച് നടന്നവനെ പ്രതിപക്ഷ നേതാവ് പിന്തുണച്ചു എന്നുള്ളൊരു വാക്ക്. സ്വയം കണ്ണാടി നോക്കിയാൽ മതി. പിണറായി വിജയൻ സ്വയം ഒന്ന് കണ്ണാടി നോക്കണം. അപ്പോഴാണ് PT കുഞ്ഞുമുഹമ്മദിനെതിരായി അല്ലെ ഒരു ചലച്ചിത്ര പ്രവർത്തക കൊടുത്ത പരാതി പോലീസിന് കൊടുക്കാതെ പൂഴ്ത്തിവെച്ച മുഖ്യമന്ത്രിയുടെ മുഖം മുഖ്യമന്ത്രി കാണും, കണ്ണാടിയിൽ കാണും. കണ്ണാടിയിൽ അല്ലേ? 2 കൊല്ലം MLAക്കെതിരായി ആക്ഷേപം വന്നിട്ടും ഒരു അച്ചടക്ക നടപടി പോലും എടുക്കാത്ത പാർട്ടി നേതാവായ പിണറായി വിജയന്റെ മുഖവും അദ്ദേഹത്തിന് കണ്ണാടിയിൽ കാണാം. തിരിഞ്ഞു നോക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് എന്താണ് ഇക്കാര്യത്തിലൊക്കെ എടുത്ത നിലപാട് എന്ന് കാർക്കശ്യം നിറഞ്ഞ നിലപാടെടുത്ത ഒരാളാണ് ഞാൻ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കേരള രാഷ്ട്രീയത്തിൽ ഒരാളും എടുക്കാത്ത, എനിക്ക് വിഷമമുണ്ടാക്കിയിരുന്നു, എനിക്ക് എൻ്റെ ചങ്ക് പൊട്ടിക്കൊണ്ടാണ്. എങ്കിലും ആ തീരുമാനം കാർക്കശ്യം നിറഞ്ഞ തീരുമാനമാണ് എടുത്തത്. ഈ മുഖ്യമന്ത്രി എന്താ 2013 ഉമ്മൻചാണ്ടി മന്ത്രിസഭയുള്ളപ്പോൾ ഗണേഷ് കുമാറുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടായി. എല്ലാവരും പറഞ്ഞു കുടുംബ പ്രശ്നമാണ്. അന്ന് പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയോട് ഗണേശനെ പുറത്താക്കണമെന്ന് പറഞ്ഞു. ഗണേശന്റെ രാജി എഴുതി വാങ്ങി ഉമ്മൻചാണ്ടി. ഇപ്പം അതിനേക്കാൾ രൂക്ഷമായ പ്രശ്നം ഗണേശന്റെ ഉണ്ടായി. അപ്പം മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. രാജിവെക്കേണ്ട ആവശ്യമില്ല, കുടുംബ പ്രശ്നമാണെന്ന് പറയുന്നു. ആ 2013 ഈ 2026 കൂടി ഒന്ന് കൂട്ടിവെച്ചിട്ട് ഒന്ന് കണ്ണാടി നോക്ക്. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ അവളോടൊപ്പമല്ല, നിങ്ങൾ അവന്മാരോടൊപ്പമാണ്. വൃത്തികേട് കാണിക്കുന്നവന്മാരോടൊപ്പം, വൃത്തികേട് കാണിക്കുന്ന തോന്നിയാസം കാണിക്കുന്നവരോടൊപ്പമാണ്. അയ്യപ്പന്റെ സ്വർണം കക്കുന്നവരോടൊപ്പമാണ്. അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹം കൊണ്ടുപോയി കോടീശ്വരന്മാർക്ക് വിറ്റ കവർച്ചക്കാരുടെ കൂടെയാണ് നിങ്ങൾ. നിങ്ങൾ സ്ത്രീകളെ അപമാനിച്ചവരുടെ കൂടെയാണ് നിങ്ങൾ അവളോടൊപ്പമല്ല, നിങ്ങൾ അവന്മാരോടൊപ്പം, വൃത്തികെട്ടവന്മാരോടൊപ്പമാണ് നിങ്ങൾ. നിങ്ങളെ കണ്ണാടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് എന്റെ മറുപടി പിണറായി വിജയനുള്ള. അതായത് മോഹൻലാലുമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന് ഏതാണ്ട് 11,4 ലക്ഷം രൂപ ചെലവായിട്ടുണ്ട്. അത് സർക്കാർ ഖജനാവെന്നാണ് പണം ചെലവ്.